ഡിസംബർ 24 ക്രിസ്മസ് മണികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ കാപ്പിരിത്തുരുത്തിൽ ക്രിസ്മസ് പുലരും മുന്നേ മരണത്തിൻ്റെ മണികൾ മുഴങ്ങിക്കഴിഞ്ഞിരുന്നു. അനുരാഗ് ഗോപിനാഥിൻ്റെ രചനയിൽ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പാതിരാ കുർബാന. കഥയിലേക്ക് വന്നാൽ, അബ്കാരികളായ പുലിമുറ്റത്തെ ഡേവിഡും ഡേവിസുമാണ് കാപ്പിരിത്തുരുത്ത് ഗ്രാമം ഭരിച്ചിരുന്നത്. പള്ളിവക ഭൂമിയുടെ സമീപത്ത് പ്രവർത്തിക്കുന്ന അവരുടെ കള്ള് ഷാപ്പ് അവിടുന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമായി വരുന്ന ഫാദർ കോളിൻസുമായി അവർ നിരന്തരം കലഹിക്കുമായിരുന്നു. അന്ന് ആ ക്രിസ്മസ് രാവിൽ പോലും അവർ തമ്മിൽ വാഗ്വാദങ്ങളുണ്ടായി. എന്നാൽ പാതിരാ കുർബാനയ്ക്ക് ശേഷം ഫാദർ കോളിൻസിനെ കൊല്ലാൻ ഒരു വാടക കൊലയാളിയെ ഡേവിഡ് നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിരുന്നു. പക്ഷേ ആ കൊലയാളി എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ ആ കർമ്മം നിർവഹിച്ചു. ഫാദർ കോളിൻസ് കൊല്ലപ്പെടുന്നു. തുടർന്ന് ആ കേസ് അന്വേഷിക്കാൻ അക്ബറും തങ്കച്ചനും വരുന്നു. ഒട്ടും വലിച്ചു നീട്ടാതെ വളരെ ഭംഗിയോടെ മുന്നോട്ട് പോകുന്ന കേസന്വേഷണവും ഒരു ട്വിസ്റ്റ് നിറഞ്ഞ ക്ലൈമാക്സും എന്നിലെ വായനക്കാരനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയെന്ന് തന്നെ പറയാം. വായനാ ലോകത്തേക്ക് യാത്ര തുടങ്ങിയ തുടക്കക്കാർക്ക് വായിച്ചു നോക്കാവുന്ന ഒരു നല്ല കുറ്റാന്വേഷണ നോവലാണ് അനുരാഗ് ഗോപിനാഥിൻ്റെ പാതിരാ കുർബാന. വായിക്കുക.